ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ചൂടും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ എല്ലായിടത്തും ഉണ്ടെന്നറിയാം. എന്നാലും നമ്മുടെ ഇവിടെയും ചൂടുണ്ടെങ്കിലും നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്തുള്ള ഒരു ഫുഡ് സ്പോട്ട് ഞാൻ പോയിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നല്ല നാടൻ ഭക്ഷണം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലത്തെ ഫുഡുകളാണ് കേട്ടോ അവിടെ ഉള്ളത്. അതും ഒന്നിനൊന്ന് വെറൈറ്റിയാണ്. പിന്നെ നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ നാവിലെ ആ ടേസ്റ്റ് ബഡ്സ്, അത് നമ്മളോട് താങ്ക് യു പറയും. അത്രയും ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എറണാകുളമാണ് മൊത്തം കാണിക്കണേ. ഇതിപ്പോൾ എറണാകുളം മേനക, മറൈൻ ഡ്രൈവ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു 2-3 സെക്കൻഡുള്ളൊരു ക്ലിപ്പേ ഉള്ളൂ ഇത്. അപ്പോൾ ഞാൻ എറണാകുളത്ത് ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ടും ഇവിടെ നിന്ന് കുറേ നാളുകളായിട്ട് മാറി നിൽക്കുന്നത് കൊണ്ടും എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക, സ്നേഹവും സന്തോഷവും ഒക്കെയാണ് കേട്ടോ. ഇത് നമ്മുടെ എറണാകുളത്തെ GCDA ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്, ആദ്യത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ എറണാകുളത്ത് എപ്പോഴും ഈ സ്ഥലങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നതുകൊണ്ടും ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നതുകൊണ്ടും ഞാനിങ്ങനെ എന്താ പറയുക, ഈ വീഡിയോയൊക്കെ ഇങ്ങനെ കളയാതെ സൂക്ഷിച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ ഫോണിൽ. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്നതല്ലേ, അപ്പം നമ്മുടെ ഫോണിൻ്റെ പ്രൊട്ടക്ഷൻ ഗ്ലാസ് മാറ്റണമായിരുന്നു. അങ്ങനെ ഞാനും ഷൈച്ചേട്ടനും അത് മാറ്റി, പിന്നെ കേസൊക്കെ നോക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി അങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ മറൈൻ ഡ്രൈവിൽ ആ വോക്ക് വേയിലേക്ക് ഇറങ്ങി. പിന്നെ ഞാനും ഷൈച്ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചുമ്മാ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന്. അപ്പോൾ നട്ടുച്ചയായതുകൊണ്ട് വലിയ കാറ്റൊന്നുമില്ല, എന്നാലും ചെറിയ കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് വരുവാണ് കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും അനിയത്തിമാരും പിന്നെ പിള്ളേരും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഒരുപാട് ദൂരെയൊന്നുമല്ല, തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോണേ. ഒരു ഷാപ്പിലേക്കാണെന്ന് പോകുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ഷാപ്പിലേക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം അല്ലല്ലോ ഇപ്പോൾ നമ്മൾ നല്ല ഫുഡ് കഴിക്കാൻ, നാടൻ ഫുഡ് കഴിക്കാനായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഇതാ നെട്ടൂർ ഷാപ്പാണ് കേട്ടോ സ്ഥലം. ഇവിടെ പോയിട്ടുള്ളവർക്കറിയാമോ ഇവിടുത്തെ ടേസ്റ്റ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ കേട്ടോ ഞാൻ വന്നത്. എങ്ങനെയാണ് ഞാൻ ഷാപ്പിൽ പോയി കഴിച്ചിരിക്കുന്നത്, നമ്മുടെ മുല്ലപ്പന്തലിലാണ് കേട്ടോ എറണാകുളത്തുള്ള. അപ്പോൾ അവിടെ നല്ല തിരക്കും നല്ല കൺജസ്റ്റഡ് ആയിരുന്നു. ഭക്ഷണം നല്ലതാണ്, അടിപൊളിയാണ്. പക്ഷേ നമുക്ക് നല്ല തിരക്കിൽ ഇങ്ങനെ ഒരു റൂമിൻ്റെ ഉള്ളിലിങ്ങനെ AC-ലിരുന്ന് കഴിക്കേണ്ടി വരും. അതായത് 4 ചുവരുകൾ അടച്ചു വെച്ചേക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നിയത്. നല്ല ആംബിയൻസ് ആണ്. അവർ ഒരു അടിപൊളിയായിട്ട് നല്ലൊരു ഗാർഡനൊക്കെ നടുക്ക് സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നടക്കുമ്പം നിറയെ ഫാമിലീസാണ് കേട്ടോ ഇരിക്കുന്നതെല്ലാം. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ കുറേ ആൾക്കാരൊന്നും ഇല്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എന്നാലും നിറയെ ഫാമിലീസ് തന്നെയാണ് ഇവിടെ വരണത്. പിന്നെ ഇതാണ് ഇവിടുത്തെ ആംബിയൻസ്. തൊട്ടപ്പുറത്ത് ഇതുപോലെ കായൽ, അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കണ്ടൽക്കാട്, പിന്നെ അങ്ങോട്ട് കണ്ടൽക്കാടാണ്, പിന്നെ അപ്പുറത്തൊരു ബ്രിഡ്ജും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. നിറയെ കൊക്കുകളും അങ്ങനെയൊക്കെ കാണാം അവിടെ നിന്ന് കഴിഞ്ഞാൽ. നല്ല കാറ്റും കായലിൽ നിന്നുള്ള. നമുക്കിവിടെ ശരിക്കും ഫാനൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കായലിൽ നിന്നുള്ള കാറ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിവിടെ വന്നിട്ട് കൂടുതൽ സമയം ഇവിടെ വന്ന് നിൽക്കുമായിരുന്നു. അത്രയ്ക്ക് നല്ല ഒരു ഇതായിരുന്നു. പിന്നെ പിള്ളേരുടെ ഒരു ഭയങ്കര ചാട്ടവും മറിയലും ഒക്കെ ആയിരുന്നു. പാറും കുഞ്ഞുണ്ണിയും കൂടെ തകർക്കായിരുന്നു അവിടെ. അങ്ങനെ പിന്നെ ഇവർ രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരാൾ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് മേയ്ക്കാൻ ഭയങ്കര പാടായത്. 2 എണ്ണം ഒരേ പ്രായത്തിലുള്ളപ്പോൾ അറിയാമല്ലോ. അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഫാമിലിയിൽ നിന്ന്. എൻ്റെ ഒരനീതിയുടെ ഹസ്ബൻഡ് മാത്രം വന്നിട്ടില്ല. ആൾക്ക് ഇന്ന് അവിടെ വരാൻ പറ്റിയില്ല, കൂടെ അവിടെ ഉണ്ടായിരുന്നില്ല, വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇവിടെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നാടൻ ഫുഡുകളാണല്ലോ നമ്മൾ ഷാപ്പിൽ പോയി കഴിഞ്ഞാൽ കിട്ടുക. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ഡിലേ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ വരും. അങ്ങനെ എല്ലാവരും കൂടെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ വന്നു കഴിഞ്ഞാലും തലവലപ്പറമ്പിലും ഇവിടെയൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് സമയമേ കിട്ടുള്ളൂ. അപ്പോൾ ഉള്ള സമയത്ത് എല്ലാവരും കൂടെ ഇങ്ങനെ കൂടാറുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നു. നല്ല അടിപൊളി കപ്പയും കള്ളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കള്ള് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതും നമുക്ക് സെർവ് ചെയ്യും.
അപ്പോൾ നല്ല കപ്പയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഉണ്ടാക്കിയെടുത്തേക്കുന്ന ആ രീതി നല്ല അടിപൊളിയായിരുന്നു. ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ല. കാരണം നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ടുണ്ടത്. പക്ഷേ നമ്മൾ ആ ഗ്രേവി എന്തിൻ്റെ ആണെങ്കിലും കറി, മീനിൻ്റെ ആണെങ്കിലും പിന്നെ ബീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോർക്ക് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗ്രേവിയിലൊക്കെ മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സംഭവങ്ങൾക്ക് ശരിക്കും അത്രയും നല്ല ഡ്രൈ ആയിട്ടുള്ള കപ്പയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പോർക്ക്, ഞണ്ട് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കൂന്തൽ ഒന്നും ഉണ്ടായിരുന്നില്ല, തീർന്നു പോയായിരുന്നു. കുറച്ച് ലേറ്റായിട്ടാണല്ലോ നമ്മൾ വന്നത്, അപ്പോൾ കൂന്തലൊക്കെ തീർന്നു പോയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ഞണ്ട്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഞണ്ട് കഴിക്കണത് കേട്ടോ. ഞണ്ട് നമ്മളെപ്പോഴും വാങ്ങിച്ച് കഴിക്കുന്നത് ഈ കടൽ ഞണ്ടാണ്. ഇത് കായലിലെ ഞണ്ടാണ്. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കുഞ്ഞിൽ ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ആ ടേസ്റ്റൊക്കെ ശരിക്കും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് പോർക്കാണേ. പോർക്കിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ പോർക്ക് തന്നെയാണ്. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു കേട്ടോ പോർക്ക് ഫ്രൈയാണ് പറഞ്ഞത്. പിന്നെ ബീഫ് റോസ്റ്റ് അതൊക്കെയായിരുന്നു. ഞണ്ട് റോസ്റ്റ് ഇതൊക്കെ. ഇത് കാളാഞ്ചി തലക്കറിയായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നമുക്ക് നല്ലതായിരുന്നു. ഒന്നും നമുക്ക് മോശം എന്നല്ല, ഒരു ആവറേജിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയും ടേസ്റ്റായിരുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് പോരട്ടോ, എറണാകുളത്തുള്ള ആൾക്കാരാണെങ്കിൽ. ഇനി എറണാകുളത്ത് വന്നിട്ട് എറണാകുളം ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നാടൻ ടേസ്റ്റ്, അത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചാർജൊന്നുമില്ല കേട്ടോ. ഒരു ആവറേജ് ചാർജേ ഉള്ളൂ. ഭയങ്കരമായിട്ടൊന്നും നമുക്ക് ചാർജ് ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ കായലിൻ്റെയൊക്കെ അടുത്ത് ജനിച്ച് വളർന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഈ സ്ഥലങ്ങളോടൊക്കെ വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും ഒക്കെയാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നോക്കി നിൽക്കലാണ് പരിപാടി. കാരണം നമുക്കിങ്ങനെ കണ്ണിൽ നിന്ന് മായാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അങ്ങനെ ഞങ്ങൾ അമ്മയും മക്കളും കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു. ഇതാട്ടോ ഞങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തു വെച്ചതാണ്. അപ്പം അതൊക്കെ ആയിട്ട് കുറേ നല്ല ഓർമ്മകളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇത്തവണ നാട്ടിൽ നിന്ന് പോരുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞങ്ങളിതാ അമ്മയും മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ, പിന്നെ കാണാം.